കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, സഹമന്ത്രി വി മുരളീധരൻ എന്നിവർ മദീന സന്ദർശിച്ചു. നേരത്തെ മുസ്ലിം മതസ്ഥർക്ക് മാത്രമായിരുന്നു മദീനയിൽ പ്രവേശനം. ഇന്ത്യയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനം ചരിത്രപരമെന്നാണ് വിലയിരുത്തൽ. മദീനയെക്കുറിച്ച് ചില കേന്ദ്രങ്ങളിൽ പ്രചരിക്കപ്പെടുന്ന തെറ്റിദ്ധാരണകൾക്കുള്ള മറുപടി കൂടിയാണ് മന്ത്രിമാരുടെ സന്ദർശനം. ഇതര മതസ്ഥരായ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾ ഇപ്പോൾ മദീനയിൽ ജോലിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു ഇത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഈ ഒരു വാർത്ത ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സ്മൃതി ഇറാനിയും വി മുരളീധരനും മദീനയിലും മക്കയിലും ഒക്കെ സന്ദർശനം നടത്തി. ഇന്ത്യയുമായിട്ടുള്ള ഒരു ഹജ്ജ് കരാറുമായി ബന്ധപ്പെട്ട അതിൻ്റെ കരാറ് ഒപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പ്രതിനിധിയായിട്ട് ഇന്ത്യൻ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിനിധി സംഘം പോയതിൻ്റെ ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ ചർച്ച ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് നടന്നു. ഒരു രാജ്യത്തിന്റെ മന്ത്രിമാർ മറ്റൊരു രാജ്യം സന്ദർശിക്കുന്നതിൽ എന്താണ് ഇത്ര കാര്യമായ വാർത്ത എന്നാലോചിക്കുമ്പോഴാണ് അതിലെ തമാശ. ഇതൊരു ചരിത്ര സംഭവമായിട്ടാണ് അല്ലെങ്കിൽ ചരിത്രപരമായ സന്ദർശനം എന്നതിനാണ് പല മാധ്യമങ്ങളും അതിനെ വിശേഷിപ്പിച്ചത്. എന്താണ് അതിലെ ചരിത്രപരത അല്ലെങ്കിൽ എന്താണ് അതിൽ ഇത്ര മഹാത്ഭുതം സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ നിന്ന് ഈ യാത്രാ സംഘത്തിൽ പോയ രണ്ട് കേന്ദ്രമന്ത്രിമാരും അമുസ്ലിങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അമുസ്ലിങ്ങൾ മക്കയും മദീനയും സന്ദർശിച്ചു എന്നതാണ് ഒരു അത്ഭുതകരമായ വാർത്തയായിട്ട് പുറത്തു വന്നത്. അതിനെ എതിർത്തും അനുകൂലിച്ചും നിരവധി ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഈ മന്ത്രിമാർക്കെതിരെ ഉന്നയിച്ച ആളുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പല കമന്റുകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വന്നു. അത് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം എന്ന രീതിയിൽ നമ്മൾ അതിനെ എടുക്കത്തുള്ളൂ, കാരണം അതൊക്കെ അങ്ങനെയാണല്ലോ. എന്നാൽ എന്നെ അതിശയിപ്പിച്ച ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം ഈ ഒരു വാർത്ത പുറത്തു വരുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് എം അക്ബറിന്റെ ഒരു മറുപടി ഈ വിഷയത്തിൽ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തത്. മക്കയിലും മദീനയിലും എന്തുകൊണ്ടാണ് അമുസ്ലിങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാത്തത് എന്ന ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ അന്ന് പരിശോധിച്ചത്. അപ്പൊ അതെന്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് റഫീഖ് സലഫിയുടെ ഒരു വീഡിയോ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം, ഈ മന്ത്രിമാരുടെ സന്ദർശനത്തിന് ശേഷം പുറത്തു വന്നത്. കാരണം ഈ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വിളിച്ച് പല ആളുകളും ചോദിച്ചു പോലും, ഇങ്ങനെ അമുസ്ലിങ്ങളായിട്ടുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർ മക്കയും മദീനയൊക്കെ സന്ദർശനം നടത്തിയെന്ന് വാർത്ത വരുന്നുണ്ടല്ലോ ഉസ്താദെ, എന്താണ് അതിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? അവിടെ അമുസ്ലിങ്ങൾക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി വിശ്വാസികൾ, സഹോദരന്മാർ ഉസ്താദിനോട് ചോദ്യം ചോദിച്ചു. അപ്പൊ അതിന്റെ മസ്അല പറയൽ അത്യാവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് റഫീഖ് സലഫി ഈ ഭാഗത്ത് ഒരു വീഡിയോ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം, മക്കത്തെ പള്ളിയും മദീനത്തെ പള്ളിയും തമ്മിൽ കേൾക്കുമ്പോൾ നമ്മൾ ഹറമൈൻ എന്നൊക്കെ പറയുമെങ്കിലും അതിന്റെ പവിത്രതയുടെ കാര്യത്തിൽ മക്കത്തെ പള്ളി മദീനത്തെ പള്ളിയേക്കാൾ ഒരു ഇത്തിരി കൂടി മുന്നിലാണ്. അതുകൊണ്ട് മദീനത്തെ പള്ളിയിൽ ആരെങ്കിലും അമുസ്ലിങ്ങൾ കയറി എന്നതിൽ വലിയ കാര്യം ഇല്ല. കാരണം അത് മക്കത്തെ പള്ളിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു പവിത്രത കുറഞ്ഞ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെയൊക്കെ കുറച്ച് അവിശ്വാസികൾ കയറിയാലും കുഴപ്പമൊന്നുമില്ല, അതിന് തെളിവൊക്കെ വന്നു. അപ്പൊ ഇത് റഫീഖ് സലഫി പറഞ്ഞ ഈ മറുപടി ഈ ഒരു സാഹചര്യത്തിൽ വേറെ നിവൃത്തിയില്ലാതെ പറഞ്ഞു പോയതാണ്. എന്നാൽ അതിന് ആഴ്ചകൾക്ക് മുൻപ് എം അക്ബർ പറഞ്ഞ മറുപടി ഇത് രണ്ടും കൂടി ഓർമ്മ വന്നപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നെനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് അത് ഞാനത് പിന്നെ മാറ്റി വെച്ചിരുന്നു. ആ വീഡിയോ ഒന്ന് സംസാരിക്കണം, അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചു. പിന്നെ പല തിരക്കുകളിലായി. പിന്നെ മടങ്ങി വന്നപ്പോഴത്തേക്ക് വേറെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മളെ സംസാരം മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ നീണ്ടു പോയി. അതിനിടയിൽ ഞാൻ ഇന്ന് യാദൃശ്ചികമായിട്ട് 24 ന്യൂസ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ആ ഒരു റിപ്പോർട്ട് കേട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് എന്തായാലും അത് നിങ്ങളോടൊന്ന് പറയണം എന്ന് തോന്നി. ജലീൽ കണ്ണമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ പണ്ട് ഗൾഫ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു റിപ്പോർട്ടറുടെ ശബ്ദത്തിലാണ് അത് കേട്ടത്. അപ്പൊ അത് കേട്ടപ്പോൾ അതിനകത്ത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് വീണ്ടും ഈ വീഡിയോയെ കുറിച്ച് ഓർമ്മ വരികയും ഞാൻ ആ വീഡിയോകൾ എടുത്തിട്ട് നിങ്ങളോട് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇനി നേരെ വിഷയത്തിലേക്ക് പോകാം. നമുക്കൊന്ന് കേട്ടാലോ. ആദ്യം നമുക്ക് 24 ന്യൂസിന്റെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആ ഒരു ഭാഗം ഒന്ന് കേൾക്കാം. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, സഹമന്ത്രി വി മുരളീധരൻ എന്നിവർ മദീന സന്ദർശിച്ചു. നേരത്തെ മുസ്ലിം മതസ്ഥർക്ക് മാത്രമായിരുന്നു മദീനയിൽ പ്രവേശനം. ഇന്ത്യയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനം ചരിത്രപരമെന്നാണ് വിലയിരുത്തൽ. മദീനയെക്കുറിച്ച് ചില കേന്ദ്രങ്ങളിൽ പ്രചരിക്കപ്പെടുന്ന തെറ്റിദ്ധാരണകൾക്കുള്ള മറുപടി കൂടിയാണ് മന്ത്രിമാരുടെ സന്ദർശനം. ഇതര മതസ്ഥരായ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾ ഇപ്പോൾ മദീനയിൽ ജോലിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. അപ്പൊ ജലീൽ കണ്ണമംഗലം 24 ജിദ്ദ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയിൽ 2-3 കാര്യങ്ങൾ വലിയ സംഭവമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. വാർത്ത വായിക്കുന്ന ആൾ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. മുൻകാലങ്ങളിൽ അവിടെ അമുസ്ലിങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ മന്ത്രി സംഘം എത്തുമ്പോൾ അതൊരു ചരിത്രപരമായ സന്ദർശനമായിട്ട് മാറുന്നു. അതിന്റെ കാരണം ഇത് തന്നെയാണ്. അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലാത്തൊരു പ്രദേശത്തേക്ക് ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിമാരെത്തുമ്പോൾ അവർക്ക് അവിടെ പ്രവേശനം ലഭിക്കുന്നു എന്നതിലെ ചരിത്രപരതയാണ് അവരതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യുന്ന ജലീൽ കണ്ണമംഗലം ആ റിപ്പോർട്ടിങ്ങിന്റെ അവസാനത്തിൽ പറഞ്ഞ വാക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ
ആദ്യം കുറച്ച് മുൻപിലേക്ക് മാറ്റി കേൾപ്പിച്ചത്. അവിടെ അദ്ദേഹം പറയുന്നത് മദീനയെക്കുറിച്ചുള്ള ചില കോണുകളിൽ നിന്ന് ഉയരുന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ അമുസ്ലിങ്ങളായിട്ടുള്ള 2 മന്ത്രിമാരുടെ സന്ദർശനം എന്ന് മാത്രവുമല്ല, ഇപ്പോൾ മദീനയിൽ അമുസ്ലിങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ധാരാളം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മക്കയിലും മദീനയിലും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നതുകൂടിയാണ് അദ്ദേഹത്തിന്റെ അപ്പൊ ഈ വാക്കുകൾക്കിടയിലൊക്കെ അതിന്റെ ഒരു അതിശയം, അതിന്റെ ഒരു അത്ഭുതം, ഇപ്പോൾ അവിടെ എന്തോ മഹാസംഭവം നടന്നു, മുസ്ലിങ്ങളല്ലാത്ത ജനവിഭാഗം ജോലി ചെയ്യാൻ വേണ്ടി മദീനയിലും മക്കത്തും ഒക്കെ പ്രവേശിക്കുന്നു ഇപ്പോൾ എന്നത് എന്തോ ഒരു മഹാകാര്യമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കിയത്. ഇനി ഇതേ ജലീൽ കണ്ണമംഗലം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നത് എങ്ങനെയാണ് എന്നും അതിൽ ഈ ഭാഗങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് കേൾക്കാം. കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി, വി മുരളീധരൻ എന്നിവരുടെ മദീന സന്ദർശനത്തിന് ഏറെ ചരിത്ര പ്രാധാന്യമുണ്ട്. ഒരു കാലത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനം അനുവദിച്ചിരുന്ന മദീനയിലെ ഹറം പള്ളി പരിസരത്തേക്ക് ഇപ്പോൾ ഇതര മതസ്ഥർക്കും പ്രവേശനം നൽകുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് മന്ത്രിമാരുടെ സന്ദർശനം. സമീപകാലത്ത് സൗദിയിലുണ്ടായ സാമൂഹികപരമായ മാറ്റങ്ങളാണ് ഇതിനുള്ള വഴിയൊരുക്കിയത്. ചരിത്രപരമായ സന്ദർശനം എന്നാണ് സ്മൃതി ഇറാനി ഈ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഇവിടെ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലാത്ത പ്രദേശമായിരുന്നു. ചരിത്രപരമായ സന്ദർശനമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സൗദിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ, സാമൂഹികമായ മാറ്റങ്ങൾ, മതപരമായ പരിഷ്കാരങ്ങൾ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സന്ദർശനാനുമതി ഉണ്ടായത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിങ്ങിൽ തന്നെ വളരെ കൃത്യമായിട്ടുണ്ട്. മക്കയുണ്ടോ, മക്കയെക്കുറിച്ച് കേട്ടില്ല എന്നാണ്. ഇവർ ഈ സംഘം മക്കയിലും മദീനയിലും സന്ദർശനം നടത്തിയെന്നാണ്, മക്കയിൽ നിന്നാണ് മദീനയിലേക്ക് പോയത് എന്നാണ് എന്റെ മനസ്സിലാക്കൽ. ഇനി എന്തോ ആവട്ടെ, ഇപ്പൊ മദീനയാണ് ഫോക്കസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ മദീനയിലേക്ക് തന്നെ വരാം. അപ്പൊ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ പല ആളുകളും നമ്മുടെ റഫീഖ് സലഫി ഉസ്താദിനോട് സംശയം ചോദിച്ചു. അല്ല ഉസ്താദെ, ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്, അപ്പൊ ഉസ്താദിന് അത് മറുപടി പറയണം, അങ്ങനെ ഒരു സംശയം ആളുകൾക്ക് ഉണ്ടാവാൻ പാടില്ലല്ലോ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി, എന്ന ഒരു സതുദ്ദേശത്തോടു കൂടി അദ്ദേഹം എന്താ പറയുക, ആളുകളിലേക്ക് സത്യം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വന്ന സന്ദർഭത്തിൽ പല സഹോദരങ്ങൾക്കുമുള്ള ഒരു സംശയം, മദീന പള്ളിയിലേക്ക് അഥവാ മദീന ഹറമിലേക്ക് മറ്റു മതസ്ഥർക്ക് പ്രവേശിക്കൽ അനുവദനീയമാണോ, അതിന്റെ ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണ് എന്ന് പല സഹോദരങ്ങളും നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിശദീകരണം നൽകാനാണ് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയ വിശദീകരണം കൊണ്ട് ഒതുങ്ങൂല റഫീഖ് സലഫി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ മന്ത്രിമാർ മറ്റൊരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യത്തേക്ക് സന്ദർശനം നടത്തി ഒരു പ്രത്യേക പ്രദേശത്തേക്ക് പോയി എന്ന് കേൾക്കുമ്പോൾ അതിൽ അത്ഭുതം കൂറുകയും അതിൽ അതിശയം തോന്നുകയും അതിന്റെ മതപരമായ വശം എന്താണ് എന്ന് ഉസ്താദിനോട് സംശയം ചോദിക്കത്തക്ക തരത്തിൽ വിശ്വാസികളുടെ മനസ്സിൽ ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും എന്നതിൽ നിന്ന് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടെ വളരെ കൃത്യമായിട്ട് കിട്ടും. എന്തുകൊണ്ടാണ് ഇപ്പം വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ മന്ത്രി, ഇപ്പൊ സൗദിയിൽ നിന്നുള്ള ഒരു മന്ത്രി സംഘം അവിടെ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തി എന്നതിൽ എന്ത് വാർത്താ പ്രാധാന്യമാണുള്ളത്? ആ സന്ദർശനത്തെ വാർത്തയാക്കുക എന്നതിനപ്പുറത്തേക്ക് അത് സന്ദർശനം നടത്തിയാൽ ഉടനെ ഇവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടെ മത നേതാക്കന്മാരെ വിളിച്ചിട്ട്, അല്ല ഉസ്താദ്, ഇങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള ഒരു സംഘം ഇവിടെ അനന്തപത്മനാഭന്റെ മണ്ണിൽ വന്ന് ഇറങ്ങി എന്ന് കേൾക്കുന്നു, ഇതൊക്കെ ശരിയാണോ എന്ന് ആരെങ്കിലും ചോദിക്കുമോ? അങ്ങനെ ചോദിക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു പെശകില്ലേ? ആ ചോദ്യത്തിൽ തന്നെ പെശകില്ലേ? ആ സംശയം എവിടുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നത്? അപ്പൊ എല്ലാവർക്കും അറിയാം, മക്ക മദീന 2 ഹറമുകൾക്ക് ചുറ്റുമുള്ള ഒരു നിശ്ചിത അകലത്തിനകത്തേക്ക് അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല. റോഡിൽ ബോർഡ് എഴുതി വെച്ച് മുസ്ലിങ്ങൾ വേറെ റൂട്ടിലും അമുസ്ലിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ റോഡിന്റെ ഒരു ഭാഗത്ത് എത്തുമ്പോൾ മുസ്ലിങ്ങൾ ഒരു വഴിക്കും അമുസ്ലിങ്ങൾ അവിടുന്ന് തിരിഞ്ഞ് പുറത്തോട്ടും പോകണം എന്ന് കൃത്യമായി ബോർഡ് എഴുതി വെച്ച നാട്ടിൽ നിന്നാണ് ഇത്തരം ബോധം ആളുകളുടെ മനസ്സിലുണ്ടാവുന്നത്. ആ ബോർഡ് എങ്ങനെയാ സൗദിയിൽ വരുന്നത്? മക്കയിലും മദീനത്തും അങ്ങനെ ബോർഡുകൾ വരാൻ എന്താ കാരണം? അത് മുഹമ്മദിന്റെ കാലം മുതൽ മുഹമ്മദ് തീരുമാനിച്ച നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ്. അപ്പൊ എന്തായാലും ഉസ്താദ് എന്തായാലും ആളുകൾ ഇങ്ങനെ സംശയം ചോദിക്കുന്ന സ്ഥിതിക്ക് ഇല്ല, അവിടെ ഒരു കയറിയിട്ടില്ല എന്ന് പിന്നെ പറയാൻ പറ്റില്ല. എന്തായാലും മന്ത്രിമാർ അവിടെ പോയി എന്നുള്ളതും അവിടെ ഉഹദ് മലയും അതുപോലെ തന്നെ ഖുബ്ബ മസ്ജിദോ അതോ ഖിബിലത്തൈനിയോ ഏതോ മസ്ജിദ് സന്ദർശിച്ചു എന്നും അതേപോലെ തന്നെ മദീനത്തെ ഹറമിന്റെ പരിസരം സന്ദർശിച്ചു എന്നൊക്കെ വാർത്തകൾ വന്നതാണ്. അവിടെ നിന്നൊക്കെയുള്ള ഫോട്ടോകൾ പുറത്തു വന്നതാണ്. എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് റഫീഖ് സലഫിക്ക് ഇനി ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളൊന്നുകൊണ്ടും ബേജാറാവണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇനി ആകെ പറയാൻ പറ്റുന്നത് അത് മദീനയിലല്ലേ, അത് കുഴപ്പമില്ല, മക്കന്റെ അത്രയൊന്നും വരൂല മദീന, അതുകൊണ്ട് നിങ്ങൾ സഹിച്ചാളി അല്ലെങ്കിൽ ക്ഷമിച്ചാളി എന്നാണ് ഉസ്താദിന്റെ സമാധാനിപ്പിക്കല്. കേൾക്കാം. സഹോദരങ്ങളെ, 2 ഹറമുകൾ അഥവാ മക്കയിലെ ഹറമും മദീനയിലെ ഹറമും വളരെ പവിത്രമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ തന്നെ ഏറ്റവും പരിശുദ്ധമായ പവിത്രമായ സ്ഥലങ്ങളാണ് ഇരു ഹറമുകളും. എന്നാൽ മദീനത്തെ ഹറമിനില്ലാത്ത ചില പ്രത്യേകതകൾ മക്കത്തെ ഹറമിനുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. മക്കയിലെ ഹറമിൽ അഥവാ മസ്ജിദുൽ ഹറാമിൽ ഒരു നമസ്കാരം നിർവഹിച്ചാൽ 1,00,000 പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ നമസ്കാരത്തിനായി നൽകുന്നത്. എന്നാൽ മദീനത്തെ പള്ളിക്ക് പോലും ഈ ഒരു പ്രത്യേകതയില്ല. മദീനത്തെ
ഹറമിൽ മദീനത്തെ പള്ളിയിൽ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 1000 പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നത്, പവിത്രതയുടെ കാര്യത്തിൽ മദീനത്തെ ഹറമിനേക്കാൾ ഒന്നുകൂടെ ശക്തമാണ് മക്കയിലെ ഹറം എന്ന കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ മന്ത്രിമാർ പോയി എന്ന വാർത്ത പുറത്തു വരുന്നത് മദീനയിൽ നിന്നുള്ള ഫോട്ടോകൾ പുറത്തു വരുന്നു, മദീന സന്ദർശിച്ചു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, മദീനത്തെ പള്ളി, അതിന്റെ പവിത്രത, അവിടെ നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി, ഇതിന്റെ ഒക്കെ ഒരു കണക്കെടുത്തിട്ട് ഇതിനെ മൊത്തത്തിൽ പരിശോധിച്ചതിൽ നിന്ന് അദ്ദേഹം പറയുന്നത്, കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ മക്കത്തെ പള്ളിക്കുള്ള അത്ര തന്നെ പവിത്രത മദീനത്തെ പള്ളിക്കില്ല. സംഗതി മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് പറയുന്നില്ല. ഓക്കെ, ബാക്കി പറയും. മക്കയിലെ ഹറമിലേക്ക് മറ്റു മതസ്ഥർക്ക് പ്രവേശിക്കൽ നിഷിദ്ധമാക്കിയതുപോലെ മദീനയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ? അതാണല്ലോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ മുസ്ലിമീങ്ങൾ അവിടെ പ്രവേശിച്ചു എന്നതാണല്ലോ നമുക്കുണ്ടായ സംശയത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. അതെ. അപ്പൊ മക്കയിലേക്ക് നിഷിദ്ധമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നതുപോലെ മദീനക്ക് നിഷിദ്ധമാണോ എന്ന് ചോദിച്ചാൽ അതാണല്ലോ ഇപ്പൊ സംശയത്തിന്റെ കാരണം. കാരണം ഇപ്പൊ മദീനയിൽ സന്ദർശനം നടത്തി എന്നുള്ളതാണല്ലോ വാർത്തയായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ മദീനയെ കുറിച്ച് നമുക്കിപ്പോ സംസാരിക്കാം. മക്കത്തേക്ക് വല്ല മന്ത്രിസംഘം പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അപ്പൊ സംസാരിക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ മസാല തപ്പിപ്പിടിച്ച് വരാം. ഇപ്പൊ തൽക്കാലങ്ങൾ മദീനത്തേക്കുള്ളത് പിടിക്കുന്നതാണ് ഉസ്താദ് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് പറഞ്ഞു വെപ്പിക്കുന്നതെന്ന് വെച്ചാൽ, മക്കത്തെ പള്ളിന്റെ അത്ര തന്നെ പവിത്രത ഇല്ലാത്ത, അതിനെ കൂടി കുറച്ച് കുറഞ്ഞ പവിത്രത ഉള്ള, എന്നാൽ പവിത്രമായ ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ മക്കയിൽ നിഷിദ്ധമാക്കിയതുപോലെ ഇതര മതസ്ഥരെ തടയേണ്ട നിയമം മദീനത്തെ പള്ളിയിൽ ഉണ്ടോ എന്ന സംശയം തീർത്താൽ നിങ്ങളെ പ്രശ്നം തീരുമല്ലോ. നമുക്കതൊന്ന് തീരുമാനിക്കാം. അങ്ങനെ ഒരു നിയമം മദീനത്തെ ഹറമിൽ ഇല്ല എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ ചര്യയിലോ എവിടെയും മദീന ഹറമിലേക്ക് അമുസ്ലിമീങ്ങൾക്ക്, അതല്ലെങ്കിൽ പള്ളിയുടെ പരിസരങ്ങളിലേക്ക് അമുസ്ലിമീങ്ങൾക്ക് പ്രവേശനം നിഷിദ്ധമാണ് എന്ന ഒരു നിയമം ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ സ്മൃതി ഇറാനിയും വി മുരളീധരനും ആ പരിസരത്തൂടെ ഒന്ന് പോയി ആ ഉഹദ് മലയൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പണ്ട് മദീനയിൽ പോയ സമയത്ത് പിന്നെ ഈ പറയപ്പെടുന്ന റൗള ഷെരീഫും കണ്ട്, ഖുബ്ബ മസ്ജിദും കണ്ട്, ടിബിലത്തൈനിയും കണ്ട്, ഉഹദ് മലയും കണ്ടു, ഹന്തക്കും കണ്ടു. ഇതെല്ലാം ആ പ്രദേശങ്ങളൊക്കെ കണ്ടതിന് ശേഷം ബീർ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, അവിടെ അതിനടുത്തായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ അങ്ങനെ പരിചയമൊക്കെയായി ഞാൻ ഒരാളോട് ആവശ്യപ്പെട്ടത്, എൻ്റെ കഫീലിനോട് ഞാൻ ആവശ്യപ്പെട്ടത്, എനിക്ക് ബദർ ഒന്ന് കാണണം എന്നാണ്. അപ്പൊ ഈ ചെന്ന ആൾക്കാർ ബദർ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കാത്തത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ ബദറിന്റെ പ്രതിരോധ കഥ അവരവിടെ ഡയറക്റ്റ് ആയിട്ട് സൈറ്റിൽ പോയി നിന്ന് കണ്ട് മനസ്സിലാക്കി വന്നേനെ. എന്തായാലും അങ്ങനെ ഒരു ഗതികേട് അവർക്ക് ഉണ്ടായിട്ടില്ല. അവര് തിരിച്ചു വന്നു. അപ്പൊ ബദർ അവിടെ ചെന്ന് ചോദിച്ചാൽ കിട്ടൂല. വിശ്വാസികളോട് പറയാനുള്ളത്, മദീനയിൽ ജീവിക്കാൻ വേണ്ടി നാട് വിട്ടോടിപ്പോകുന്ന മുഹമ്മദ് നബിയെ കൊലപ്പെടുത്താൻ വേണ്ടി തക്കം പാർത്തിരുന്ന ശത്രുക്കൾ മുഹമ്മദ് നബിയെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നടന്ന യുദ്ധമാണ് ബദർ എന്ന് കേട്ടുപഠിച്ച വിശ്വാസികളോട് പറയാണ്, മദീനയിൽ പോയിട്ട് ഒരിക്കലും നിങ്ങൾ അവിടെ ബദർ അന്വേഷിക്കരുത്. മദീനയുടെ ആ വട്ടത്തിലല്ല ബദർ ഉള്ളത്. അത്രമാത്രം ഇപ്പൊ പറയാം. ഓക്കെ, എന്തായാലും അവർ ആ പ്രദേശങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് അവിടെ അങ്ങനെ ഒരു നിയമമല്ല. ഇനി ഉസ്താദ് അതിന് നബിന്റെ കാലത്ത് പ്രമാണങ്ങളിൽ അങ്ങനെ തെളിവില്ല, പക്ഷെ റോഡിൽ ബോർഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാ വിശ്വാസികൾക്കും അറിയാം. അതുകൊണ്ടാണല്ലോ വിശ്വാസികൾ ഉസ്താദിനോട് ഇങ്ങനെ ഒരു സംശയം ചോദിക്കുന്നത്. ഇല്ല ഉസ്താദെ, എന്താണ് ഇപ്പൊ ഇങ്ങനെ, എന്താണ് ഇപ്പോൾ മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ അവിടെ കയറുന്നത് എന്നൊരു ചോദ്യം. അതുകൊണ്ടാണല്ലോ ഉസ്താദിനോട് സംശയമായിട്ട് വരുന്നത്. അവ എന്തായാലും അങ്ങനെ ആയ സ്ഥിതിക്ക് ഗ്രന്ഥത്തിലില്ല എന്ന് ഉസ്താദ് പറഞ്ഞു ഒപ്പിച്ചു. എന്ന് മാത്രമല്ല, മദീനത്തെ പള്ളിയിൽ മുഹമ്മദ് നബിയുടെ കാലം മുതലേ അമുസ്ലിങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു എന്നതിന് ഉസ്താദ് എണ്ണം പറഞ്ഞ ഒരു തെളിവ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പിടിച്ചിരുന്നോളിയും, ആ തെളിവ് കേട്ട് നിങ്ങൾ ഞെട്ടരുത്. എത്രയോ സംഭവങ്ങൾ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്കിതിന് ഉദാഹരണമായി കാണാൻ കഴിയും. ഇപ്പൊ ഏറെ പ്രമാദമായ, അതല്ലെങ്കിൽ ചരിത്രത്തിൽ ഏറെ അറിയപ്പെടുന്ന ഒരു സംഭവം ഈ വിഷയത്തിൽ ഞാൻ ഉദ്ധരിക്കാം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, യമാമയിലെ ഭരണാധികാരിയായിരുന്ന സുമാമത്ത് ബിൻ ഉസാൽ. അദ്ദേഹം അക്കാലഘട്ടത്തിലെ അറബികളുടെ വളരെ പ്രമുഖനായ ഒരു നേതാവായിരുന്നു എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമം നടത്തുകയും അതിന് പ്രച്ഛന്ന വേഷം കെട്ടുകയും ചെയ്ത ഒരാളുകൂടെയായിരുന്നു സുമാമത്ത് ബിൻ ഉസാൽ. എന്തിനാണ് ഇപ്പൊ ആ കഥ ഇവിടെ പറയണമെന്നല്ലേ? മുഹമ്മദ് അമുസ്ലിമായിരുന്നു, മുഹമ്മദ് നബിയെ വധിക്കാൻ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ പദ്ധതി ഇട്ടിരുന്നു കേട്ടോ. ശ്രമിച്ചിരുന്നു അല്ല, പദ്ധതി ഇട്ടിരുന്നു. അങ്ങനത്തെ ഒരാളെ എന്താണ് ഈ കഥയുമായിട്ട് മദീന പള്ളിയായിട്ട് കണക്ഷൻ എന്നല്ലേ? അങ്ങനെ ഇരിക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ ഏതാനും ചില ആളുകൾ, അതല്ലെങ്കിൽ ഒരു സംഘം അനുചരന്മാർ, ഒരു കൊച്ചു സൈനിക സംഘം അദ്ദേഹത്തെ പിടികൂടുകയും അങ്ങനെ അദ്ദേഹത്തെ പിടികൂടി കൊണ്ടുവന്ന്, അദ്ദേഹം മുസ്ലിമാണ്, ബഹുദൈവാരാധകരിൽപ്പെട്ട ആളാണ് എന്ന് അറിയപ്പെട്ട കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് എങ്ങോട്ടാണ്? മദീനയിലെ ഹറമിലേക്കാണ്. മദീന പള്ളിയുടെ തൂണിലാണ് അദ്ദേഹത്തെ ബന്ധിക്കുന്നത് എന്നത് ഹദീത്തിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഫറബതൂഹു ബിസാരിയത്തിൻ മിൻ സവാരിൽ മസ്ജിദ് എന്ന ഹദീത്തിൽ കാണാം. സുമാമയെ കൊണ്ടുപോയി ബന്ധിക്കുന്നത് മദീന പള്ളിയുടെ തൂണുകളിൽ ഒരു തൂണിലായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നബിന്റെ കാലത്ത് തന്നെ ബഹുദൈവാരാധകരായിട്ടുള്ള മുശ്രിക്കുകളായിട്ടുള്ള അമുസ്ലിമീങ്ങൾ മദീനത്തെ പള്ളിയുടെ തൂണിൽ വരെ അവരെ കെട്ടിയിട്ടിരുന്നു എന്ന് പറയുമ്പോൾ മദീനത്തെ പള്ളിയുടെ ഹറമിന്റെ പരിസരത്ത് കേന്ദ്രമന്ത്രിമാർ ഇന്നൂറ്റാണ്ടിൽ പോയി വരുന്നു എന്നതിൽ വലിയ അതിശയം കാണേണ്ട കാര്യമില്ല. കാരണം നബിന്റെ കാലത്ത്
അമുസ്ലിമീങ്ങളെ, അശുദ്ധരായ ബഹുദൈവാരാധകരെ പിടികൂടി കൊണ്ടുവന്ന് പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടതാണ് ഉസ്താദ്. അതിന് തെളിവായിട്ട്, നല്ല തെളിവ്, ഈ ജാതി തെളിവ് ഉസ്താദ്, വിശ്വാസികൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കഥകളൊക്കെ തെളിവായിട്ട് നിങ്ങൾ എടുത്ത് പുറത്തേക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് ഉസ്താദിനോട് പ്രത്യേകമായിട്ട് അക്കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക്, അമുസ്ലിമീങ്ങളായ ആളുകളിൽപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് മദീന പള്ളിയുടെ പരിസരത്തോ അതുമായി ബന്ധപ്പെട്ട പ്രദേശത്തോ ഒക്കെ വരുന്നതിന് ഇസ്ലാമികമായി തടസ്സമില്ലാത്ത ഒരു കാര്യമാണ്. പ്രവാചകനെ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ അത് അവസരം സൃഷ്ടിക്കുമെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ സംഭവത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ സംഭവത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് വരാൻ പാടില്ല എന്ന് നിയമമല്ല എന്ന് മാത്രമല്ല, മദീന എന്ന് പറയുന്നത് ഒരുപാട് ചരിത്ര സംഭവങ്ങളുള്ള, മുഹമ്മദ് നബിയുടെ പിന്നെ എന്താ പറയാ സ്മൃതി മണ്ഡപമുള്ള ആ പ്രദേശത്ത് ആളുകൾ വരുമ്പോൾ അത് കൂടുതൽ മുഹമ്മദ് നബിനെ കുറിച്ച് അറിയാനും ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ട് അതിനെ നമുക്ക് കണ്ടൂടെ എന്നാണ് ഉസ്താദിന്റെ ചോദ്യം. അപ്പൊ എന്റെ സംശയം അതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ മക്കയും കഅബയും വളച്ചു കെട്ടി വെച്ചിരിക്കുന്നത്? അവിടെ മുസ്ലിങ്ങൾക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നാൽ ഒരു അള്ളാഹിനെ തന്നെ നേരിട്ട് ബോധ്യപ്പെടാനും ഇസ്ലാമിനെ മനസ്സിലാക്കാനും കൂടുതൽ സാഹചര്യം ഒരുങ്ങല്ലേ ചെയ്യുക. സംസമിന്റെ അത്ഭുതം തന്നെ കണ്ടാൽ ഇസ്ലാം സ്വീകരിക്കാത്ത ഏത് അവിശ്വാസിയാണ് ഉണ്ടാവുക റഫീഖ് സലഫിയെ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ എന്തൊക്കെയോ ന്യായം പറഞ്ഞ് മദീനയിൽ കുഴപ്പമില്ല, മക്കയിലെ പ്രശ്നമുള്ളൂ എന്ന് വരുത്തി തീർക്കുകയാണ് ഇവിടെ റഫീഖ് സലഫി ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞ സഹതാപം തോന്നി റഫീഖ് സലഫിക്ക് ഈ തരത്തിൽ ന്യായീകരിക്കേണ്ടി വന്നത് കണ്ടപ്പോൾ. പുരാ മുസ്ലിമായ ഒരാൾ പ്രവാചകൻ ഇങ്ങനെ ജീവിച്ചിരുന്നു, ആ പ്രവാചകനെ കുറിച്ച് അറിയാനും അദ്ദേഹത്തിന്റെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ആ മഹാനായ പ്രവാചകന്റെ കാലടിപ്പാടുകളുള്ള ഒരു പ്രദേശമാണല്ലോ മദീന. ധാരാളം സംഭവങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുകയും കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ അത് ഉപകാരമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ എന്ത് മനസ്സിലാക്കണമെന്നുള്ളതല്ലോ ചോദ്യം. ഞാൻ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉള്ള സഹായമാകും മദീന സന്ദർശനമെങ്കിൽ എന്തിന് പിന്നെ മക്കയെ നിങ്ങൾ വളച്ചു കെട്ടി വെച്ചിരിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമല്ലേ? അപ്പൊ അതുകൊണ്ട് ഉസ്താദ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു തടിതപ്പൽ സൂത്രമാണ് എന്നും എന്തായാലും കയറി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമല്ല, നജസല്ല എന്നൊക്കെ പറഞ്ഞ് തടിതപ്പുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു അമുസ്ലിം മദീനയിലേക്ക് വന്നു എന്നത് മതപരമായി വിരോധിക്കപ്പെട്ട ഒരു കാര്യമല്ല. മദീനയിൽ അങ്ങനെ വിരോധിക്കപ്പെട്ടതല്ല, മക്കയിൽ മാത്രമേ വിരോധമുള്ളൂ എന്നാണ്. അപ്പൊ പിന്നെ എന്തിനായിരുന്നു ആ ബോർഡ് ചിന്തിക്കുന്നുണ്ടാവുക? പിന്നെ എന്തിനാണ് എന്നെ പിടിച്ച് ഈ മൊട്ടം വെയിലിൽ ഇങ്ങനെ നിർത്തിയിട്ടത് എന്ന് അമുസ്ലിങ്ങളോട് വഴിമാറിപ്പോകാൻ വേണ്ടി പറയുന്ന ആ ബോർഡ്, മദീനയിലെ ബോർഡ് ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും. അത്രമാത്രം അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി ഇതേ വിഷയം ഈ സന്ദർശനത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുൻപ് ഒരു ചോദ്യമായിട്ട്, ഇസ്ലാം മാനവികമായ മതമാണെങ്കിൽ ഇസ്ലാമിൽ അയിത്തമില്ല, ഇസ്ലാമില് ഇതര മതസ്ഥരോട് തൊട്ടുകൂടായ്മയില്ല, തീണ്ടിക്കൂടായ്മയില്ല എന്നൊക്കെ പറയുന്നോ? എന്തുകൊണ്ടാണ് മക്കയിലും മദീനയിലും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയക്ക് അപ്പുറത്തേക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് പ്രവേശനം നിയന്ത്രിച്ചിട്ടുള്ളത്? അമുസ്ലിമുകൾ എന്തുകൊണ്ട് അവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല? മാനവികമായ മതമാണ് ഇസ്ലാമെങ്കിൽ എന്തിനാണ് മനുഷ്യരോട് ഈ വിവേചനം എന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ നമ്മുടെ സാഹിബ് പറഞ്ഞ ഉത്തരം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് ഇങ്ങോട്ട് വരാം. ലോകത്തുള്ള എല്ലാ പള്ളികളിലും എല്ലാവർക്കും പോകാം. സുബൈർ അത് വിശദീകരിച്ചു കഴിഞ്ഞു. മക്കയിലും മദീനയിലും തന്നെ പോകണമെന്ന് എന്താ നിർബന്ധം? മക്കയിലും മദീനയിലും തന്നെ പോകണമെന്ന് എന്താ നിർബന്ധം എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചത് ചോദ്യകർത്താവിനെ പരിഹസിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മക്ക മദീന സ്ഥലങ്ങളുടെ ചില സവിശേഷതകളും ആ സവിശേഷതകൾ പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അപ്പം എല്ലാ പള്ളിയിലും പോകാം, പിന്നെ മക്കയും മദീനയും തന്നെ പോകണമെന്ന് എന്താ പത്രങ്ങൾക്ക് ഇത്ര വാശി എന്നാണ്. അങ്ങനെ ചില നിയന്ത്രണങ്ങൾ മക്കയും മദീനയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് ഇവിടെ അക്ബർ സാഹിബ് പറഞ്ഞത്. നേരത്തെ റഫീഖ് സലഫി പറഞ്ഞത് മക്കയിൽ മാത്രമേ കുഴപ്പമുള്ളൂ, മദീനയിൽ കുഴപ്പമില്ല. മദീനയിൽ പണ്ടേ ശത്രുക്കളൊക്കെ പിടിച്ച് തൂണി കെട്ടിയിട്ടിരുന്നു, അതാണ് തെളിവ്. ഓലൊക്കെ മുശ്രിക്കുകളായിരുന്നു, അതിൽ മേലെയൊന്നുമില്ലല്ലോ നമ്മുടെ മന്ത്രിമാർ എന്ന് റഫീഖ് സമാധാനിപ്പിക്കുന്നത്. പക്ഷെ അതിന് മുൻപ് ചോദിച്ച സമയത്ത് ഇവർ മന്ത്രിമാർ അവിടെ പോയിട്ടില്ല. അതുകൊണ്ട് അക്ബർ സാഹിബിന് നിയമം പറയാൻ ബുദ്ധിമുട്ടുമില്ല. അക്ബർ സാഹിബിന് ദീന് പോലെ പറയുന്ന ഒരാളാണല്ലോ. ചോദ്യത്തിന് നേർക്കുനേർ മറുപടി പറയുന്നതിൽ അഗ്രഗണ്യനായിട്ടുള്ള അക്ബർ സാഹിബ് ഒരല്ലലും ഇല്ലാതെ ഒരലട്ടലും ഇല്ലാതെ പറഞ്ഞു, എന്തിനാണ് നിങ്ങളിങ്ങനെ മക്കയിലും മദീനയിലും തന്നെ വാശി പിടിക്കുന്നത്? പണ്ട് ഇവിടെ ശബരിമല സമയത്ത് ചില ആളുകൾ ചോദിച്ച പോലെ വേറെ എത്രയോ അമ്പലങ്ങളുണ്ട്, നിങ്ങൾ എന്തിനാണ് ശബരിമലക്ക് വാശി പിടിക്കുന്നതെന്ന് ചോദിച്ചില്ലേ? സമാനമായിട്ടുള്ള ചോദ്യം അക്ബർ സാഹിബിന്റെ ചോദ്യം. അപ്പൊ അത് ആളുകളെ കളിയാക്കാനല്ല, അവിടെ പോകണമെങ്കിൽ അവിടുത്തേതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്, ചില നിബന്ധനകളുണ്ട്. ഇനി എന്തൊക്കെയാണ് ആ നിയമം, ആ നിബന്ധന, അതുകൂടി ഒന്ന് കേൾക്കാം. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവാണേ. ആ സവിശേഷതകളിൽ പല നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആ സ്ഥലങ്ങൾക്ക് ഹറാമുകൾ എന്നാണ് പറയുക. ഹറമുകൾ അതെന്താണ്? കുറേ കാര്യങ്ങൾ നിഷിദ്ധമാകുന്ന സ്ഥലങ്ങളാണ് അവിടെ. ആ നിഷിദ്ധമാകുന്നത് എന്തുകൊണ്ടാണ്? സമ്പൂർണമായ സമാധാനവും ശാന്തിയും നിലനിൽക്കണമെന്ന് സർവശക്തൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണത്. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത്, അവിടെ സമ്പൂർണ്ണ ശാന്തിയാകണം,
അവിടെ സമ്പൂർണമായ സമാധാനമാകണം. പിന്നെ അള്ളാഹിന്റെ വീടിന്റെ അടുക്കളയാണല്ലോ കഅബ. അയലോക്കത്തെ വീട്ടിൽ എന്തായാലും കുഴപ്പമില്ല, ഫലസ്തീനിൽ എന്ത് നടന്നാലും കുഴപ്പമില്ല, അഫ്ഗാനിസ്ഥാനിൽ എന്ത് നടന്നാലും കുഴപ്പമില്ല, എന്റെ വീടിന്റെ അടുക്കളയായിട്ടുള്ള കഅബയിലും അല്ലെ അതിലെ കോലായി ആയിട്ടുള്ള മദീനയിലും മാത്രം ഒരു പ്രശ്നം ഉണ്ടാവരുത്, അവിടെ സമ്പൂർണമായ സമാധാനം ഉണ്ടാവണമെന്ന് അള്ളാഹ്ക്ക് ഒരേ നിർബന്ധം. അതുകൊണ്ടാണ് ഈ നിയമങ്ങളും നിയന്ത്രണങ്ങളും. എന്താണ് നിയമ നിയന്ത്രണം? അമുസ്ലിങ്ങളായിട്ട് കയറാൻ പാടില്ല, മുസ്ലിങ്ങളല്ലാത്തവർക്ക് അവിടെ കയറാൻ പാടില്ല, അതന്നെ നിയന്ത്രണം. ഇനി ഉസ്താദ് ഒന്ന് വിശദീകരിക്കും. സർവശക്തൻ ആരാധിക്കുക എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും അവിടെ ഇല്ല. വേറൊരു കാണാനുള്ള സ്ഥലമോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. സർവശക്തനെ മാത്രം ആരാധിക്കുവാൻ സന്നദ്ധതയുള്ള, ആ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധതയുള്ള ആളുകൾ. അവിടെ പുറത്തുനിന്ന് ഒരാൾ വരുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും ഈ ഒരു ശാന്തിയും സമാധാനവും നിലനിൽക്കില്ല. കാരണം ഈ നിയമങ്ങൾ അനുസരിക്കുവാൻ അവർക്കൊന്നും ബാധ്യതയില്ല. ഈ നിയമങ്ങൾ അനുസരിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ. അതെ, അതുകൊണ്ട് സൗദി അറേബ്യയിലെ മറ്റു പ്രദേശങ്ങളിൽ ഇല്ലാത്ത എന്തോ നിയമം മക്കയിലും മദീനയിലും പ്രത്യേകമായിട്ടുണ്ട് എന്നാണ് സാഹിബ് പറയുന്നത്. സൗദി അറേബ്യയുടെ വിസ നിയമങ്ങളൊക്കെ അംഗീകരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്തിന്റെ നിയമങ്ങളൊക്കെ അംഗീകരിച്ച് വരുന്ന ആളുകളാണെങ്കിൽ പോലും മക്കയിലെയും മദീനയിലെയും പ്രത്യേക നിയമങ്ങൾ അംഗീകരിക്കാൻ അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ലെങ്കിലോ എന്ന ഒരു മുൻകരുതലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഏതാനും ചില നിയന്ത്രണങ്ങൾ. എന്ന് മാത്രമല്ല, അവിടെ സർവശക്തനായ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥലമാണല്ലോ മക്കയും മദീനയും. അപ്പം പിന്നെ നമ്മുടെ വൈറ്റ്ലിയിലുള്ള ദഅവ മസ്ജിദ്, നമ്മുടെ അക്ബർ സാഹിബിന്റെ ഒക്കെ ബുക്ക് സ്റ്റാളൊക്കെ ഉള്ള ദഅവ ബുക്ക് സ്റ്റാളൊക്കെ ഉള്ള ആ മസ്ജിദ്, അവിടെ പോയിട്ട് ബാക്കിയുള്ളവർക്ക് പൂജയൊക്കെ നടത്താൻ പറ്റുമോ? അവിടെ കുർബാന കഴിപ്പിക്കാൻ പറ്റുമോ? ബാക്കിയുള്ള എല്ലാ പള്ളിയിലും എന്ത് തരം ആരാധനയും ആവാം എന്നാണോ? അതോ പള്ളികളിൽ എല്ലാ പള്ളികളിലുള്ള നിയമം തന്നെയല്ലേ അള്ളാഹ്ക്ക് മാത്രം ആരാധന എന്നുള്ളത്? എന്തൊക്കെയാണ് സാഹിബ് നിങ്ങൾ പറയണത്? നിങ്ങൾ എന്തോ പറയണമെന്ന് ആഗ്രഹിച്ച് പറയാൻ മടിച്ച് ഇങ്ങനെ മൂടി വെക്കുകയാണ്. നിങ്ങൾ തുറന്ന് പറഞ്ഞാളി. ഇതിന് പറ്റുന്ന അവിടെ എല്ലാം ഓർഡറിലാകുന്നത്, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് ഒരു ശബ്ദം കൊണ്ട്, ഒരു സ്വരം കൊണ്ട്, ഒരു കൽപ്പന കൊണ്ട് എല്ലാം ഓർഡറിലാകുന്ന രൂപത്തിലുള്ള ഒരു സ്ഥലമാകണം അത്. അതെന്താണ് ഞാൻ പറഞ്ഞല്ലോ, സർവശക്തനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട സ്ഥലമാണത്. അവിടെ ആ ആരാധന എന്ന ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് പോകേണ്ടത്, അവിടെ കാണാൻ അല്ല പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങൾ പൂർണ്ണമായും ഈ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാക്കി. അങ്ങനെ തന്നെയല്ലേ ഓരോ സ്ഥലത്തും? അങ്ങനെ തന്നെയല്ലേ എല്ലായിടത്തും? അങ്ങനെ തന്നെയല്ലേ? ഓരോ സ്ഥലം ഓരോ കാര്യത്തിനുള്ളതാണ്. അപ്പൊ അവിടെ അതിന് മാത്രം പോവുക, അതിന് പറ്റുന്ന പോലെ പോയാൽ മതി. അങ്ങനെ തന്നെയല്ലേ എല്ലായിടത്തും എന്നാണ്. സർവശക്തനായ ആ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി മാത്രം, അതിനു വേണ്ടി മാത്രം അങ്ങോട്ട് പോയാൽ മതി എന്ന നിഷ്കർഷയുള്ള ഒരു പ്രദേശം. അതുകൊണ്ട് അങ്ങനെ ഇസ്ലാമികമായ നിയമം ഉണ്ടാക്കി വെച്ച ഒരു പ്രദേശത്തേക്ക് വി മുരളീധരനും അതേപോലെ തന്നെ സ്മൃതി ഇറാനി പോയപ്പോൾ എനിക്കിപ്പോൾ ചെറിയൊരു ശങ്ക, ഇവരിനി എങ്ങാനും ആ നിയമം അനുസരിക്കാൻ പോയതാണോ അല്ലെങ്കിൽ അനുസരിച്ചിട്ട് പോയതാണോ? നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് ഇപ്പം ആ നിയമം, എന്താണ് ആ നിബന്ധന? എല്ലായിടത്തും ഉള്ളതുപോലത്തെ ചില നിയന്ത്രണങ്ങൾ, ചില നിയമങ്ങൾ ആണെന്നാണ് പറയുന്നത്. അക്ബർ സാഹിബ് ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുതരും, എന്നിട്ട് അതെങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരും. അങ്ങനെ തന്നെയല്ലേ ഓരോ സ്ഥലത്തും? ഇപ്പോൾ ഇന്ത്യയിൽ വരണം എന്ന് വിചാരിച്ചോ ഒരു വിദേശി, അയാൾ എന്ത് വേണം? അല്ല, ഞാൻ ഇവിടുത്തെ അസംബ്ലിയിൽ പോകണം എന്ന് വിചാരിക്കുക, എന്ത് വേണം? പെർമിഷൻ എടുക്കണ്ടേ? ആ പെർമിഷൻ എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവിടെ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. എന്താ ഡിക്ലറേഷൻ? അത് ചില നിയമങ്ങൾ അനുസരിക്കാമെന്ന് ഡിക്ലറേഷൻ കൊടുക്കണം. ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക്, ഏതെങ്കിലും വിദേശ നാട്ടിലേക്ക് പോകണമെങ്കിൽ വിസ വേണം. ആ വിസയിൽ വിസ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ ഡിക്ലറേഷൻ കൊടുക്കണം. എന്താണ്? ഈ രാജ്യത്തിന്റെ, ഇപ്പൊ ഇന്ത്യയിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിക്കാം, അല്ലെ? ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിക്കാമെന്ന് ഡിക്ലെയർ ചെയ്തിട്ടാണ് ഒരാൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റൂ. പാർലമെന്റിലേക്ക് കിടക്കണമെങ്കിൽ പാർലമെന്റിലെ ചില നിയമങ്ങൾ അനുസരിക്കാമെന്ന് ഡിക്ലെയർ ചെയ്യണം. സൗദി അറേബ്യയിലേക്ക് കിടക്കുമ്പോൾ സൗദി അറേബ്യത്തെ നിയമങ്ങൾ, ആ രാജ്യത്തിന്റെ നിയമങ്ങൾ പിന്നെ അംഗീകരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയല്ലേ പാസ്പോർട്ടിൽ വിസ അടിക്കുന്ന പൊന്നാര സാഹിബേ? പിന്നെന്തെന്ന് മക്കയും മദീനയും സൗദി അറേബ്യയിലല്ലേ? എന്താണ് നിങ്ങളുടെ ഡിക്ലറേഷൻ? അത് നിങ്ങൾ തെളിച്ച് പറയും. ഇപ്പം സ്മൃതി ഇറാനിയും വി മുരളീധരനും മദീനയിൽ സന്ദർശനം നടത്തുമ്പോൾ അവിടെ ഇന്ന് വരെ അമുസ്ലിങ്ങൾക്ക് തടസ്സമായി നിന്നിരുന്ന ആ ഡിക്ലറേഷൻ എന്താണ്? നിങ്ങൾക്ക് അറിയില്ലേ കൂട്ടരെ? ആ ഡിക്ലറേഷന്റെ പേരാണ് ഷഹാദത്ത് കലിമ. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ കയറിക്കോ. നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കോ, ഉള്ളു ഉണ്ടാക്കിക്കോ, പള്ളിയിൽ കയറിക്കോ. ഇത്ര ഉള്ള ഡിക്ലറേഷൻ, വേറെ ഡിക്ലറേഷൻ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ നേരത്തെ ആലോചിക്കുക, അവിടുത്തെ ഹറാമ് കണാ കുണ ഒക്കെ നമ്പറാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതാണ് സാഹിബ് ഇത്ര നേരം വിശദീകരിച്ചത്. അപ്പൊ എനിക്ക് സംശയം, ഇവരെങ്ങനെ ഷഹാദത്ത് കലിമ ചൊല്ലിയോന്ന്. സാഹിബ് അതന്നെയല്ലേ ഡിക്ലറേഷൻ? നിങ്ങൾ പറയും. ഇതേപോലെ ഹറമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഉള്ള ഡിക്ലറേഷൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ്. അത് ഡിക്ലെയർ ചെയ്താൽ ആർക്കും അവിടേക്ക് പ്രവേശിക്കാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് അവിടുത്തെ ഡിക്ലറേഷനാണ്. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സമാധാന അന്തരീക്ഷത്തിന് അത് അനിവാര്യമാണ് എന്നത്. ഷഹാദത്ത് കലിമ ചെല്ലാത്ത ആരെങ്കിലും മക്കയിലോ മദീനത്തോ പോയി കഴിഞ്ഞാൽ അവിടെ സമാധാനം പോയി പോകും എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ചില പ്രത്യേക നിയന്ത്രണം
മാത്രമായിട്ട് നിങ്ങൾ അതിനെ കാണണം എന്നാണ് സാഹിബിന് നിങ്ങളുടെ ആ കാര്യത്തിൽ പറയാനുള്ളത്. വല്ലാത്തൊരു ഡിക്ലറേഷൻ തന്നെ സാഹിബ് എന്തായാലും. അപ്പൊ റഫീഖ് സലഫി ഇപ്പൊ പറഞ്ഞത് എന്തായി? റഫീഖ് സലഫി ആരായി? ചോദ്യം ചോദിച്ചോലാരായി? നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഒരു നാട്ടില് ഒരു പ്രത്യേക പ്രദേശത്തേക്ക്, ഒരു പള്ളിക്കകത്തേക്കോ പള്ളി കോമ്പൗണ്ടിലേക്കോ കയറുന്ന കാര്യമേ അല്ല കേട്ടോ ഈ പറഞ്ഞത്. നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് മദീനത്തെ പള്ളിക്ക് അകത്തോട്ട് കയറുന്നതിനെ കുറിച്ചോ മക്കത്തെ കഅബയുടെ കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്നതിനെ കുറിച്ചേ അല്ല, ആ പ്രദേശത്തേക്ക് കയറുന്നതിനെ കുറിച്ചാണ്. മക്കക്കും മദീനക്കും അവരുടെ പ്രധാനപ്പെട്ട ഹറം മസ്ജിദുകൾക്ക് ചുറ്റുമുള്ള ഒരു പർട്ടിക്കുലർ റിംഗ് റോഡ് ഉണ്ട്. ആ റിംഗ് റോഡിന് വലതുവശത്തേക്ക് പോകാൻ പാടില്ല, അതിനകത്തോട്ട് കയറാൻ പാടില്ല. അതാണ് അവിടുത്തെ നിയമം. അതല്ലാതെ ഒരു പള്ളിക്കകത്തേക്കോ പള്ളി കോമ്പൗണ്ടിലേക്കോ കയറുന്ന പള്ളിയുടെ മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചേ അല്ല. ആ പ്രദേശത്തേക്ക് ആ മുസ്ലിമുകൾക്ക് പ്രവേശനമില്ല എന്ന് റോട്ടിൽ ബോർഡ് എഴുതി വെച്ച നാടാണ്. നൂറ്റാണ്ടുകൾ എത്രയായി? ഇപ്പൊ അവിടെ ചില മാറ്റങ്ങൾ വരുന്നു, വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു, ഗതികേട് കൊണ്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു, മാറാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടാകുന്നു. ഇത് ആളുകൾ കാണുന്നുണ്ട്. ഇസ്ലാമിന്റെ അവകാശവാദവും ഈ നടു റോട്ടിൽ ഇങ്ങനെ വലുതാക്കി വെണ്ടക്കാക്ഷരത്തിൽ പല ഭാഷകളിൽ എഴുതി വെച്ച ബോർഡും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകില്ലാത്ത ഒരു പ്രശ്നം വരുന്നു. ഇസ്ലാമിന്റെ മാനവികത ചകയാൻ വേണ്ടി മദീനയിലേക്കും മക്കയിലേക്കും എത്തുന്ന മുസ്ലിമീങ്ങളുടെ ഗവേഷണ സംഘം ഒരു പർട്ടിക്കുലർ റോഡിലെത്തുമ്പോൾ നിങ്ങൾ കാഫിറാണ് ഈ വൈക്ക് പോ, മുസ്ലിമാണ് ഈ വൈക്ക് പോ എന്ന് ബോർഡ് എഴുതി വെച്ചത് കണ്ടിട്ട് ഇസ്ലാമിന്റെ മാനവികതയെക്കുറിച്ച് അന്തം വിടും. അത് മനസ്സിലാക്കി, കാലത്തിന്റെ പോക്ക് മനസ്സിലാക്കി, സൗദി അറേബ്യക്ക് മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കിയപ്പം, ഈ ബോർഡ് അതിന് തടസ്സമാകും എന്ന് മനസ്സിലാക്കിയപ്പം അവിടെ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. ഇസ്ലാമിന്റെ നിയമങ്ങൾ, കാലഹരണപ്പെട്ട നിയമങ്ങൾ കെട്ടിപ്പിടിച്ചിരുന്നാൽ രാജ്യം പട്ടിണിയിലാകുമെന്നും ജനങ്ങൾ പട്ടിണിയിലേക്ക് പോകുമെന്നും ഭയപ്പെട്ട്, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമാകുമെന്ന് ഭയപ്പെട്ട് രാജ്യത്തെ ജനങ്ങൾ, പ്രജകൾ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിട്ട് പ്രക്ഷോഭത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുവഴി രാജഭരണം തന്നെ അവതാളത്തിലാകുമെന്ന് ഭയപ്പെട്ട രാജകുടുംബാംഗങ്ങൾ ഇപ്പോൾ ചെറിയ തോതിൽ ഇസ്ലാം ഇങ്ങനെ ലഘൂകരിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ. മതം മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്നതിനെ ലഘൂകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ കാഠിന്യം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൽമാൻ രാജാവ് ഹദീസുകളൊക്കെ കൂട്ടിയിട്ട് ഒന്നുകൂടി പരിശോധിച്ചിട്ട് ഇന്നത്തെ കാലത്തെ മാനവിക മൂല്യത്തിന് നിരക്കാത്ത ഹദീസുകൾ ഉണ്ടെങ്കിൽ എടുത്ത് ചവറ്റുകുട്ടയിലിടണം എന്ന് പറഞ്ഞ് അതിന് പണ്ഡിത സഭയെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. റഫീഖ് സലഫിനെ പോലെ, മുജാഹിദ് ബാലിശ്ശേരിനെ പോലെയുള്ള ആളുകൾ അവിടെ ഒച്ചയും വിളി ഉണ്ടാക്കുമ്പോൾ അവരെയൊക്കെ പിടിച്ച് ജയിലിലടക്കുന്നു, നാട് കടത്തുന്നു. നിങ്ങൾ ഈ ചെയ്യുന്നത് അള്ളാഹിനോടുള്ള കളിയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് തീക്കളിയാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആളെ ഉപദേശിക്കുന്നവരെ, വിമർശിക്കുന്നവരൊക്കെ ആള് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ മൗലവിമാരും കിതാബും ഇബ്നു തൈമിയയുടെ ശിഷ്യന്മാരും പറയുന്നത് കേട്ട് ഈ വഹാബിസവും സലഫിസവും ഏറ്റി അത് എക്സ്പോർട്ടും ചെയ്തുകൊണ്ട് സൗദി അറേബ്യ എന്ന ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലാണ് സൗദി അറേബ്യ മാറ്റങ്ങളിലേക്ക് കടക്കുന്നത്. ഗതികേട് കൊണ്ട് മതത്തെ കൈയൊഴിയുന്നതിന്റെ ചരിത്രഘട്ടമാണ് സൗദിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഇത്രകാലം അതിന്റെ മഹാത്മ്യം പറഞ്ഞു നടന്നിരുന്ന ആളുകൾക്ക് ഇനി അവിടെ നടക്കുന്ന ഓരോ മാറ്റങ്ങൾക്കും, ഇസ്ലാമിനെ പടിയിറക്കി കൊണ്ടുപോകുന്ന ഓരോ സ്റ്റെപ്പിനും ന്യായം ചമക്കുക എന്ന പണി മാത്രമാണ് റഫീഖ് സലഫിക്കും എം അക്ബറിനൊക്കെ ഉള്ളത്. അവിടെ മദ്യഷാപ്പ് അനുവദിച്ചപ്പോൾ, അവിടെ കള്ള് അനുവദിച്ചപ്പോൾ, ബാർ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ തവണ വീഡിയോയിൽ വന്നിട്ട് ആരോ പറഞ്ഞത് അത് പണ്ടേ അനുവാദമുണ്ട് എന്നാണ്. മനസ്സിലായോ? അത് പണ്ടേ ഉള്ളതാണ്, പുതിയ നിയമം എന്നല്ല, അത് പണ്ടേ അവിടെ അനുവദനീയമായിരുന്നു എന്ന് പറയാ. ഇങ്ങനെ അതൊക്കെ ഇസ്ലാമിലെ കുഴപ്പമില്ല, അതൊക്കെ പണ്ടേ ഇസ്ലാമിലുള്ളതാണ് എന്ന് പറയാം. മദീനത്തെ പള്ളിയിലല്ല, കഅബയുടെ വാതിലും അമുസ്ലിമിന്റെ മുന്നിലും തുറന്നു കൊടുക്കുന്ന ഒരു കാലം അതിവിദൂരമല്ല. മതം പറഞ്ഞ് മനുഷ്യനെ വേലി കെട്ടി മാറ്റി നിർത്തി ലോകത്ത് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആളുകൾക്ക് ഇതൊക്കെ തിരിച്ചറിയും. ഞാൻ പണ്ട് വിശ്വാസിയായിരുന്ന സമയത്ത് ആലോചിച്ചൊരു കാര്യമുണ്ട്. വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അള്ളാഹുവാണ് ദൈവം, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാചകൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ ഉസ്താദ് പറഞ്ഞ അല്ലെ സാഹിബ് പറഞ്ഞ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഇനി വലിയ ചെലവില്ല, ആർക്കും തടയാൻ പറ്റില്ലാത്ത ഒരു വിശ്വാസ സങ്കല്പമാണത്. അല്ലാഹ് അല്ലാതെ വേറെ ഇലാഹില്ലാന്നും മുഹമ്മദ് നബി അള്ളാഹിന്റെ പ്രവാചകനാണെന്നും. ഇതല്ലാത്തതൊന്നും ഇസ്ലാമിൽ ബാക്കിയാവില്ല. അത് കൂട്ടരെ എല്ലാം മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാകും. മാറ്റങ്ങളില്ലാതെ ഒന്നും സംഭവിക്കില്ല. ഖുർആൻ ആയത്തുകൾ അങ്ങനെ വെച്ചിട്ടാണെങ്കിലും അതിന് പുതിയ പുതിയ അർത്ഥങ്ങൾ, കാലികമായി അതിന്റെ വ്യാഖ്യാനങ്ങൾ അത് വരും, അത് വരാതിരിക്കില്ല. ഇവർ ഈ പറഞ്ഞ 1500 കൊല്ലം മുൻപ് എഴുതിയത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ കെട്ടിപ്പൂട്ടി വെച്ച കിതാബ് എന്ന് പറഞ്ഞിട്ടൊരു നിയമവുമായിട്ട് ഒരു രാജ്യത്തിന്, ഒരു ജനതക്ക്, ഒരു ജനസമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താ പറയുക, സർവകാലികമായ, ഒരിക്കലും കാലഹരണപ്പെടാത്ത, എല്ലാ കാലത്തുമുള്ള, എല്ലാ പ്രദേശത്തുമുള്ള എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യമായ ഒരു ഉത്തമമായ ജീവിത വ്യവസ്ഥിതിയാണ് ഇസ്ലാം എന്ന പെരുന്നുണ, അതിന്റെ അടിവേര് പൊളിഞ്ഞിളകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ വിശ്വാസികളോട് പറയാനുള്ളത്, നിങ്ങൾ പരിഭ്രാന്തരാകണ്ട. ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും.
ആദ്യം അന്ത്യം സംഭവിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ അന്ത്യം എന്നല്ല ഞാൻ പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനും അതിന്റെ പ്രചാരകർക്കും അക്ബർ സാഹിബിനെ പോലെയുള്ള തലമുതിർന്ന ഈ ദഅവ സംഘത്തിനൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ എടുത്താ പൊങ്ങാത്ത അവകാശവാദം ഉണ്ടല്ലോ, ഇസ്ലാം സമ്പൂർണം, സമഗ്രം, കാലാതിവർത്തി, ആ അവകാശവാദം അതിന്റെ അടിവേര് തകർന്നിട്ടുണ്ട്. ഇനി എന്താ ഇസ്ലാമിന് സംഭവിക്കുക? ഇസ്ലാം ലോകത്ത് 900 മതങ്ങളിലുള്ളതിൽ ഒരു മതം, അംഗസംഖ്യ കൊണ്ട് ജനസംഖ്യ കൊണ്ട് 1-ാം സ്ഥാനത്തേക്ക് കുതിക്കുന്നു എന്ന് സ്വയം ആശ്വസിക്കാവുന്ന ഒരു മതം. അതിന്റെ നിയമങ്ങൾ, അതിന്റെ രീതികൾ, അതിന്റെ ദുശാഠ്യങ്ങൾ ഇതെല്ലാം മാറും. ഖുർആനിന്റെ അർത്ഥം മാറ്റിയിട്ടായിരിക്കും ഇസ്ലാമിക സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാവുക. ഖുർആൻ വചനങ്ങളുടെ അർത്ഥം, ഖുർആൻ ശാസ്ത്രീയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സാഹിബും സാക്കിർ നായിക്കും അങ്ങനെ ഇന്റർനാഷണൽ ലെവലിലുള്ള കുറെ ദഅവക്കാരും ഒരുപാട് ശ്രമിച്ചതല്ലേ. ഇത് മനുഷ്യന്മാരുടെ ഇടയിൽ കൊണ്ടു നടക്കാൻ പാകത്തിൽ ഖുർആനിന്റെ അർത്ഥം മാറ്റുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നാ ഞാൻ പറയാം. അത് സംഭവിക്കും, അത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആനിനെ മാനവികമായി കാലികമായി വ്യാഖ്യാനിക്കുന്നതിനും സ്വീകാര്യത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലും അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു. മനുഷ്യൻ ഈ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് പുറത്തു കടക്കും. അവരുടെ മതങ്ങളെ കൈവിടാതെ തന്നെ അവർക്കത് സാധിക്കും. മതങ്ങളുടെ ദുശാഠ്യങ്ങൾ, മാനവിക വിരുദ്ധമായ ആശയങ്ങൾ അത് കാലികമായി പരിഷ്കരിച്ചുകൊണ്ട്, നിയമങ്ങൾ, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ കാലികമായി പരിഷ്കരിച്ചുകൊണ്ടോ മാറ്റിക്കൊണ്ടോ മതസമൂഹത്തിന് അടിസ്ഥാന വിശ്വാസങ്ങളെങ്കിലും കയ്യിൽ പിടിച്ച് മുന്നോട്ട് പോകുക എന്ന അനിവാര്യമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും. ഇസ്ലാം ആ ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാനോ ഇല്ല, ഇതിൽ എന്തെങ്കിലും ഒരു അത്ഭുതം കാണാനില്ല. കാരണം ഇത് അനിവാര്യതയാണ്, അത് സംഭവിച്ചുകൊണ്ടിരിക്കും. പിന്നെ അക്ബർ സാഹിബും സാക്കിർ നായിക്കും ISIS ഒക്കെ ആ ഒരു പരിവർത്തനത്തിനുള്ള ഉൾവിളി, അതിനകത്തു നിന്ന് തന്നെയുള്ള ആ ഒരു പ്രേരണ അതിനാക്കം കൂട്ടിയിട്ടുണ്ട്. ലോകത്തെമ്പാടും ഈ മതത്തിനെതിരെയുള്ള വിമർശനങ്ങളും മതത്തിനെതിരെ മതത്തിന്റെ അവകാശവാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെ അതിനാക്കം കൂട്ടും എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയാവുള്ളൂ. അതുകൊണ്ട് മാറ്റമില്ലാതെ സൗദിയും മുന്നോട്ട് പോകില്ല, ഇസ്ലാമും മുന്നോട്ട് പോകില്ല, ഖുർആനും കാലത്തെ അതിജീവിക്കില്ല. ഇതൊക്കെ വെളിച്ചം വീശുന്നത് ഇതിനകത്ത് അമാനുഷികമായി ഒന്നുമില്ല എന്നതിലേക്ക് തന്നെയാണ്. അതാണ് ഇന്ന് പറയാൻ ശ്രമിച്ച കാര്യം.